हबीब या हबीबी आओ तू या हबीब, देखो तू या हबीब या हबीबी आओ तू या हबीब. CH പേരിൽ കേന്ദ്രം ലീഗിൻ തിരു സംവിധാനം CH സെന്റർ എന്ന കേൾക്കമേ. ഇവിടെ പല മനസ്സുണ്ട്, കരയും ചില ജന്മമുണ്ട്, ഇവരിൽ കുളിരായി വന്ന കേന്ദ്രമേ. देखो तू या हबीब या हबीबी आओ तू या हबीब, आओ तू या हबीब, देखो तू या हबीब या हबीबी आओ तू या हबीब, आओ तू या हबीब. KMCC എന്ന പ്രസ്ഥാനം സൃഷ്ടിച്ച മഹനീയമായുള്ള കേന്ദ്രമാണ്. കരയുന്ന മനസ്സിനു കൈത്താങ്ങായി നിന്നൊരു മർഹൂം CHന്റെ മക്കളാണ്. ഇനി നൊമ്പരമില്ലാതെ പ്രിയമറിയും വന്നവരിൽ കനിനുകരും വല്ലാതെ ഉൾനിറയും പോകുന്നു കനിവുള്ള ഹൃദയങ്ങൾ. അതിലേക്കും രാജാ, അതിലേറെ അവരിൽ നീ കനിയണം താതാ. देखो तो या हबीब या हबीबी आओ तू या हबीब, आओ तो या हबीब, देखो तो या हबीब या हबीबी आओ तू या हबीब, आओ तो या हबीब. നൊന്താരുമില്ലാതെ എങ്ങും മനസ്സിനു പൂന്തേനുമായി ചൊല്ലും കാഴ്ചയാണ്. സേവനമായി നൽകും കർമ്മങ്ങൾ നിറവേറ്റാൻ സ്നേഹത്തിൻ കാഴ്ചകൾ പതിവുമാണ്. പല കോലങ്ങൾ കാണും, സുഖപരിഹാരം കാണും ഈ CH സെന്റർ. കൈകോർക്കൂ നിങ്ങൾ കനിവുള്ള ഹൃദയങ്ങൾ. അതിലേക്കും രാജാ, അതിലേറെ അവരിൽ നീ കനിയണം നാഥാ. देखो तो या हबीब या हबीबी आओ तू या हबीब, आओ तो या हबीब, देखो तो या हबीब या हबीबी आओ तू या हबीब, आओ तो या हबीब. CH പേരിൽ കേന്ദ്രം ലീഗിൻ തിരു സംവിധാനം CH സെന്റർ എന്ന കേൾക്കമേ. ഇവിടെ പല മനസ്സുണ്ട്, കരയും ചില ജന്മമുണ്ട്, ഇവരിൽ കുളിരായി വന്ന കേന്ദ്രമേ. देखो तू या हबीब या हबीबी आओ तू या हबीब, आओ तो या हबीब, देखो तू या हबीब या हबीबी आओ तू या हबीब, आओ तो या हबीब. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മുസ്ലിം കൾച്ചർ സെന്റർ ദുബായ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി എല്ലാ വർഷവും മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അനുസ്മരണം നടത്തി വരാറുണ്ട്. ഈ പ്രാവശ്യം
മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അനുസ്മരണം ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ച് മഹാനായ CH ആരായിരുന്നു, CHൻ്റെ കാലഘട്ടത്തിൽ CH ചെയ്ത സേവനങ്ങൾ, തൊട്ടതെല്ലാം പൊന്നാക്കിയ CH, ആ CHനെ കാണാത്ത, CHനെ മനസ്സിലാക്കാത്ത പുതിയ തലമുറയ്ക്ക് ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻ്ററി വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ആ ഡോക്യുമെൻ്ററി കണ്ടാൽ CHനെ മനസ്സിലാക്കാൻ, CHൻ്റെ കാലഘട്ടം ഓർക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയുമെന്ന് കോഴിക്കോട് ജില്ല കേരള മുസ്ലിം കൾച്ചർ സെന്റർ ദുബായ് കമ്മിറ്റി മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. മരക്കൂരയിൽ നിന്നും മഹോന്നതിയിലേക്ക് വന്ന് ഒരു സമുദായത്തിന്റെ തലവര മാറ്റി എഴുതിയ മഹാനായ CH. വാഗ്ദോരണികൾ കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തെയും പുൽമൈതാനങ്ങളെയും കോരിത്തരിപ്പിച്ച അകാലത്തിൽ നമ്മോട് വിട പറഞ്ഞ മർഹൂം CH മുഹമ്മദ് കോയ. നിങ്ങൾ മുണ്ടുമുറുക്കി ചെലവ് ചുരുക്കുക. ഈ വാതിലുകൾ എന്നും തുറന്നു കിടക്കില്ല. എന്തെങ്കിലും ഒരിനത്തിൽ നിങ്ങൾക്ക് അധിക ചിലവ് ചെയ്യാമെങ്കിൽ അത് സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമെന്ന് താൻ ജീവന് തുല്യം സ്നേഹിച്ച പ്രവാസി സമൂഹത്തെ പഠിപ്പിച്ച നക്ഷത്രത്തിളക്കമുള്ള ആ മാർഗദർശിയുടെ ജീവിതത്തിലൂടെ ദുബായ് KMCC കോഴിക്കോട് ജില്ലാ സർഗധാര അവതരിപ്പിക്കുന്നു ഒളിമങ്ങാത്ത CH. ഒളിമങ്ങാത്ത CH. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുവർണ ലിപികളാൽ കുറിക്കപ്പെട്ട മാപ്പിളലാള അതു കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് അത്തോളിയിലെ നെൽപ്പാടങ്ങൾ പച്ചപിടിപ്പിച്ച നാട്ടിൻപുറം കക്കോടിപ്പുഴയും കനികപ്പുഴയും കൂടിച്ചേരുന്ന സംഗമം കോരപ്പുഴ. അവിടെ സഞ്ചരിക്കുന്ന നാട്ടുവൈദ്യനായിരുന്ന പയ്യമ്പുനത്തിൽ ആലി മുസലിയാരുടെ മകനായി ജനനം. പിന്നീടങ്ങോട്ട്
ഉന്നതങ്ങളിലേക്കുള്ള പ്രയാണം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1955-ലും 52-ലും ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിച്ച് തന്റെ പാദം പതിഞ്ഞ കോഴിക്കോടിന്റെ മണ്ണിൽ തന്നെ മുനിസിപ്പൽ കൗൺസിലറായി ഭരണകേന്ദ്രത്തിലേക്ക് കാലെടുത്തു വെച്ചു അദ്ദേഹം. അടുത്ത കാൽവയ്പ് 1957-ൽ താനൂരിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക്, 1960-ൽ നിയമസഭയിലേക്ക് എത്തിയ CH-നെ കാത്തിരുന്നത് മറ്റൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. സമുദായ ശില്പി എന്ന് CH വിശേഷിപ്പിച്ച മഹാനായ സീതി സാഹിബ് കേരള നിയമസഭാ സ്പീക്കറായിരിക്കെ ഇഹലോകവാസം വെടിഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ആ കസേരയിൽ പകരക്കാരനായി കാലം കരുതി വച്ചത് CH-നെ ആയിരുന്നു. 1961 ജൂൺ 9-ന് CH സ്പീക്കറായി ചുമതലയേറ്റു. 1962-ൽ തന്റെ സ്വന്തം നാട് കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് CH തിരഞ്ഞെടുക്കപ്പെട്ടു. 1967-ൽ തിരികെ വീണ്ടും മങ്കടയിലൂടെ കേരള നിയമസഭയിലേക്ക്. കേരള വിദ്യാഭ്യാസ വികസന ചരിത്രത്തിന് മാറ്റം കുറിക്കപ്പെട്ട ചരിത്ര മുഹൂർത്തം 1967 മാർച്ച് 6-ന് CH വിദ്യാഭ്യാസ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 1969 നവംബർ 1-ന് മറ്റൊരു സ്വയം ഭരണാധികാര്യം, കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനവും അദ്ദേഹത്തെ തേടിയെത്തി. ആയിരത്തി 1970-ൽ കൊണ്ടോട്ടിയിൽ നിന്നും വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി പദത്തിലേക്ക്. 1973-ൽ മഞ്ചേരിയിലൂടെ ഒരിക്കൽ കൂടി CH ലോക്സഭയിലേക്ക്. 1977-ൽ മലപ്പുറത്തിന്റെ മണ്ണിലൂടെ കേരള നിയമസഭയിലെത്തിയ CH 1979 ഒക്ടോബർ 12-ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരണസാരഥ്യം ഏറ്റെടുത്തു. ആയിരത്തി 1981-82 കാലയളവിൽ കേരള നിയമസഭയിലെ രണ്ടാമനായി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തും തന്റെ കഴിവ് തെളിയിച്ചു മഹാനായ നമ്മുടെ CH എന്ന മനുഷ്യസ്നേഹി എന്ന് പറയുമ്പോൾ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി സഹോദരനും ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി CH-ന് സമീപനമുണ്ട്. തനിക്കും തന്നോടൊപ്പമുള്ള സമൂഹത്തിനും അല്ലെങ്കിൽ സമുദായത്തിനും എന്ത് നന്മ വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആ നന്മയോടൊപ്പം തന്നെ ആ നന്മ മറ്റുള്ളവരുടെ ഒരു പ്രയാസത്തിന് ഒരു കാരണവശാലും ഇടയാകരുതെന്ന് മാത്രമല്ല, അല്പം തൻ്റെ ആ നിലപാടിന് കോട്ടം തട്ടിയാൽ പോലും മറ്റുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സിൻ്റെ ഭാഗമാണ്. ഇന്ന് പലരും മതേതരത്വത്തെക്കുറിച്ച് പറയാറുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ വക്താക്കളാണ്. എനിക്കറിയാവുന്ന പല ആളുകളും
മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെല്ലാം ഇരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മതേതരത്വം അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് CH എന്ന് എനിക്ക് ആത്മാർത്ഥമായി വിശ്വാസത്തോട് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമായ ബുദ്ധിയാണ്. വലിയൊരു പണ്ഡിതനല്ല, വലിയൊരു സ്കോളറല്ല. പക്ഷേ പാണ്ഡിത്യം എന്താണെന്നുള്ളത് അതിൻ്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു CH. എത്ര പ്രയാസങ്ങളേറിയ പ്രശ്നങ്ങളുണ്ടായാലും ശരി, പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ എന്തൊരു കൂർമ്മ ബുദ്ധിയാണെന്നറിയാം. എന്ന് മാത്രമല്ല, ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാനൊരു കാരണമുണ്ട്. ശരിയാണെന്ന് തോന്നുന്നത് തീരുമാനിക്കുന്നത് ചെയ്യുക. അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ആലോചിച്ച് അല്ലെങ്കിൽ തല പുകഞ്ഞ് സമയം പാഴാക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും പിഴച്ചിട്ടുണ്ടെന്ന്. ഒരിക്കലും പിഴയ്ക്കാനിടയായിട്ടില്ല. അങ്ങനെ തൻ്റെ പ്രവർത്തനത്തിൽ താൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ഇന്ന് ആ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭാവന ചെയ്ത ഒരു വ്യക്തി മറ്റാരേക്കാൾ CH ആണ്. ആ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പല പ്രവർത്തനം ചെയ്ത പലരും ഉണ്ട്. പക്ഷെ ഇന്ന് സാമ്പത്തിക രംഗത്തും അതോട് തന്നെ അറിവിൻ്റെ കാര്യത്തിലും മറ്റ് ആളുകളോടൊപ്പം വളരാൻ ആ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CH മുഹമ്മദ് കോയ എന്ന ആ മഹൽ വ്യക്തി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഫയൽ വന്നാൽ വളരെയധികം സമയമൊന്നും അദ്ദേഹത്തിന് വായിക്കേണ്ട, കണ്ണോടിച്ച് നോക്കിയാൽ മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ നർമ്മബുദ്ധി. സാഹിത്യത്തിൽ പണ്ഡിതനല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഹാസ്യ സാഹിത്യത്തിന് അദ്ദേഹത്തിനുള്ള താല്പര്യം ചെറുതൊന്നുമായിരുന്നില്ല. എതിരാളികളെ തറച്ചു കെട്ടാൻ അദ്ദേഹം നർമ്മരസം തുളുമ്പുന്ന പ്രയോഗങ്ങൾ ആരെയും ആകർഷിക്കും, പലപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കും. ഒരുപക്ഷെ ആ പൊട്ടിച്ചിരിക്കുന്നത് ഈ ശരം കൊണ്ട് ആൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അത് അനുഭവിക്കുമ്പോഴും വേദനിപ്പിക്കാതെ അനുഭവിക്കും. പക്ഷേ അത് ബുദ്ധിയെ ആഴത്തിൽ സ്വാധീനിക്കുന്ന നടപടിയുമായിരിക്കും. വളരെ രസമായ സംഭവമാണ്. എന്നെക്കുറിച്ച് പറഞ്ഞൊരു പ്രയോഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങളെ മന്ത്രിസഭാ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ്. എങ്കിൽ പോലും ഒന്ന് ഞാൻ പറയട്ടെ. പ്ലാനിൽ സംഖ്യ നിശ്ചയിച്ച കൂട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് അല്പം സംഖ്യ കുറഞ്ഞുപോയി. അതിങ്ങനെ പിന്നെ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എടുത്ത വഴിക്ക് CH പറയണം, നമ്മളെ CM എന്തിനാണ് റോഡ്? അദ്ദേഹത്തിന് PWDയിൽ മാത്രം ഞാൻ ചോദിക്കുന്ന എല്ലാം അനുവദിക്കാറുണ്ട്. PWയുടെ കാര്യത്തിൽ, റോഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം കുറയുന്നുവെങ്കിൽ അതിൽ ഞാൻ എങ്ങനെ പറയും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ റോഡിൻ്റെ ആവശ്യമില്ല. നേട്ടങ്ങളുടെ കൊടുമുടി കയറുന്നതിനിടയിൽ പരിപാവനമായ ഹജ്ജ് കർമ്മം അദ്ദേഹം നിർവഹിച്ചു. ചന്ദ്രികാ പത്രാധിപർ വിദേശ രാഷ്ട്ര പര്യടനങ്ങളിൽ അങ്ങനെ പോകുന്നു. പദവികളും നേട്ടങ്ങളും മറ്റെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി, കാലെടുത്തു വെച്ചിടത്തെല്ലാം വിജയക്കൊടി നാട്ടി. അതായിരുന്നു നമ്മുടെ സ്വന്തം CH. പൊതുപ്രവർത്തന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്താണ്. കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളാണ് CH. വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നവീകരണത്തിൽ മാത്രമല്ല, പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും വികസിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹം നിസ്തുലമായ സേവനമാണ് ചെയ്തത്. താൻ ജനിച്ച മലബാർ പ്രദേശത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. മലബാറിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി മലബാർ പ്രദേശത്ത് ധാരാളം വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹം വ്യക്തിപരമായി താല്പര്യമെടുത്തു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി CHൻ്റെ ഏറ്റവും വലിയ സ്മാരകമാണ്. അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു.
CH എന്ന രണ്ടക്ഷരത്തിൻ്റെ പിന്നിലെ മഹത്തായ വ്യക്തിത്വം വളരെ തിളക്കമേറിയതാണ്. അദ്ദേഹത്തിൻ്റെ ആ രൂപം ഇന്നും ചൈതന്യവത്തായി മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. CH ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ പതിയുന്നത് അദ്ദേഹത്തിൻ്റെ ആ നർമ്മരസവും ഫലിതങ്ങളും അദ്ദേഹത്തിൻ്റെ വാഗ്മിത്വവുമാണ്. അദ്ദേഹം നല്ലൊരു പാർലമെൻറ്റേറിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിരിക്കുവാൻ വളരെ രസകരമാണ്. പ്രസംഗത്തിലെ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങൾ കേട്ട് കുടുകൂടാ ശ്രോതാക്കൾ ചിരിക്കും. പരിഹാസങ്ങളും ഫലിതങ്ങളും വാരി വിതറിക്കൊണ്ട് പ്രതിപക്ഷങ്ങളെ കുത്തി നോപ്പിച്ച ശേഷം മധ്യവചനത്തിൽ മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച ഒരു രംഗം ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽപ്പുണ്ട്. തന്റെ സമുദായത്തിന്റെ അവകാശങ്ങൾ മുടിനാരിഴ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അന്യരുടെ അവകാശങ്ങൾ കടുമണിത്തൂക്കം പോലും എടുക്കുവാൻ നാം ശ്രമിക്കുകയുമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ച CH പലപ്പോഴും തന്റെ സമുദായത്തെ ഓർത്ത് വേവലാതി പൂണ്ടിരുന്നു. അൽ ബറൂനിയുടെയും അൽ ഹസന്റെയും ലുക്മാൻ അൽ ഹക്കീമിന്റെയും ഇബ്നു സീനിയുടെയും ഇമാം ഗസാലിയുടെയും സമുദായം ഒരിക്കലും പിന്നോക്കമാവാൻ പാടില്ല. ക്ലോക്കും കടലാസും പൂജ്യവും കണ്ടുപിടിച്ചവരുടെ മക്കൾ, താജ്മഹലും കുത്തുബുമിനാറും ചെങ്കോട്ടയും പണിതുയർത്തിയവരുടെ മക്കൾ, നിങ്ങൾ പിന്നോക്കമാകാൻ പാടില്ല. അതായിരുന്നു CH കാഴ്ചപ്പാട്. കുട്ടികളെ, ഞാൻ സഞ്ചരിക്കുന്ന മയ്യത്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിച്ച് നിങ്ങൾ പഠിപ്പ് മുടക്കുന്നവരാകരുത് എന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉത്ബോധിപ്പിച്ച CH. ആരാന്റെ തണ്ണിൻ കോരികളും വിറകുവെട്ടികളുമായിരുന്ന ഒരു സമുദായത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഉന്നതിയിലേക്ക് കൈപിടിച്ചു നടത്തിയ മഹാൻ. ആ മഹാന്റെ നേട്ടങ്ങൾ വർണ്ണിച്ചിടാൻ ഈ ഒരു രാത്രി മതിവരില്ല. പ്രസംഗകലയിൽ ഇതിഹാസമായിരുന്നു CH. ഉരുളക്കുപ്പേരി കണക്കി കിട്ടുന്ന മറുപടികൾ പലപ്പോഴും തന്റെ എതിരാളികൾക്ക് ചാട്ടവാറടിക്ക് തുല്യമായിരുന്നു. നർമ്മം തുളുമ്പുന്ന വാക്കുകൾ CH മറ്റൊരു പ്രത്യേകതയായിരുന്നു. ആ നർമ്മങ്ങളിലും ഉണ്ടായിരുന്നു വായിച്ചെടുക്കാൻ പലതും. കേരളത്തിൽ നടന്ന രാഷ്ട്രീയ വർഗീയ സംഘർഷങ്ങളിൽ CH ഇടപെടലുകൾ ശത്രുക്കളെ മിത്രങ്ങളാക്കി വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കടൽ താണ്ടിപ്പോയവൻ പ്രവാസി. അവന്റെ മനസ്സറിഞ്ഞ ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് നന്നേ കുറവ്. പക്ഷേ അവിടെയും വ്യത്യസ്തനായിരുന്നു CH. അറബികൾ കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാ കല്ലിന് മുന്നിലും കുമ്പിടുന്ന ഒരു സമുദായമായി നാം മാറിയേനെ. അതിന് നമുക്കവരോടുള്ള കടപ്പാട് CH വാക്കുകളിൽ
നാടുകൾ സന്ദർശിച്ച വേളകളിൽ തന്റെ അനുയായികളെക്കുറിച്ചുള്ള ചിന്തകളിൽ പലപ്പോഴും CH പങ്കുചേർന്നിട്ടുണ്ട്. അവിദഗ്ധ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളോട് CH ഇങ്ങനെ ഓർമ്മിപ്പിച്ചു: വിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ജോലിയിലെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സമ്പ്രദായം വരും. അന്ന് നിങ്ങൾ മണ്ടന്മാരാകാതിരിക്കാൻ പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. മറ്റൊന്ന്, ഗൾഫിലെ അധ്വാനം കൊണ്ട് നേടിയ കാശുകൊണ്ട് കൊട്ടാര സദൃശ്യമായ വീട് പണിതവൻ നാളെ ഗൾഫ് മോഹത്തിന് തിരശീല വീണാൽ പട്ടിണി കിടക്കേണ്ടി വരുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അതായിരുന്നു നമ്മുടെ CH. ബഹുമാനപ്പെട്ട ഇന്നത്തെ കേരള സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ മകനും കൂടിയായ MK മുനീറിന്റെ വാക്കുകൾ കടമെടുത്താൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് പരിചയപ്പെടുന്ന ഒരു പ്രായത്തിലായിരുന്നില്ല ഞാനും എൻ്റെ സഹോദരിമാരും എൻ്റെ പിതാവും ജീവിച്ച ആ കാലഘട്ടം. അതായത് ഞങ്ങളുടെ ചെറുപ്പമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് എൻ്റെ പിതാവിൽ കാണാൻ സാധിച്ചത് വാത്സല്യനിധിയായ ഒരു പിതാവിനെയാണ്. അതിനായിരുന്നു ഞങ്ങൾ പ്രാമുഖ്യം നൽകിയത്. കിട്ടുന്ന ചെറിയ നിമിഷങ്ങൾ അതിനെ നർമ്മോക്തി കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ യുഗങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു എൻ്റെ പിതാവിന്. പലപ്പോഴും ഞങ്ങൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം വീട്ടിലെത്തുകയും ഞങ്ങൾ ഉണരും മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ഒരു പിതാവ്. എങ്കിലും കിട്ടുന്ന സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ അവസരങ്ങൾ ഉണ്ടാക്കി ഞങ്ങളോട് സല്ലപിക്കാനും ഞങ്ങളുമായി ഫലിതങ്ങൾ പങ്കുവെക്കാനുമൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള പിതാവ്. പക്ഷേ രാഷ്ട്രീയക്കാരനായ ബാപ്പയെ ഞാൻ പരിചയപ്പെടുന്നത് പിന്നീട് ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തോട് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ നിന്നും കേൾക്കുന്ന അനുഭവങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ സൃഷ്ടികളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയുമാണ്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച പിതാവിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇതിനിടയിൽ ഇറങ്ങി. ഒന്ന് നവാസ് പൂനൂർ എഴുതിയൊരു പുസ്തകം, MC വടകര എഴുതിയ പുസ്തകം, മെഹബൂബ് എഴുതിയ പുസ്തകം, അതിനുശേഷം ഓണക്കൂർ നിയമസഭയിൽ നിന്നും ഉള്ള പ്രസംഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് സുന്ദരേശ പണിക്കർ എന്ന് പറയുന്ന ലൈബ്രറിയിലെ, നിയമസഭാ ലൈബ്രറിയിലെ ലൈബ്രറിയൻ സഹായിച്ച് ആബിദ യൂസുഫ് എന്ന് പറയുന്ന ബാല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് എഡിറ്റർ, അവരെല്ലാം കൂടെ ഒരുമിച്ചുണ്ടാക്കിയ പ്രസംഗങ്ങൾ, ഇതൊക്കെ വായിച്ചാണ് പിന്നീട് ഞങ്ങൾ കൂടുതൽ, അതായത് പിതാവ് പോയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുള്ള മഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. സമൂഹത്തെയും സമുദായത്തെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിച്ചു കാണിച്ച പാപ്പ. ഞങ്ങൾ ഉറങ്ങുമ്പോഴാണ് പാപ്പ പലപ്പോഴും വീട്ടിലെത്താറ്. ഞങ്ങൾ ഉണരുമ്പോഴേക്കും പാപ്പ വീട് വിട്ട് പോയി കാണും. ഏതെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലേക്ക് അഥവാ ജനമധ്യത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മക്കൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹലാളനം നിറവേറ്റിത്തരാൻ ആ ജീവിതം കൊണ്ട് സാധിച്ചിട്ടില്ല. ജീവിത തിരക്കിനിടയിൽ പുത്തൻ വസ്ത്രം വാങ്ങാൻ മറന്നുപോയ ബാപ്പയുടെ പഴയ കീറിയ വസ്ത്രം, സൂചിയും നൂലുമായി തുന്നുന്ന ഉമ്മയുടെ ചിത്രം ഡോക്ടർ MK മുനീർ തന്റെ അനുഭവ സാക്ഷ്യത്തിൽ രേഖപ്പെടുത്തി. സൂര്യൻ കത്തിജ്വലിക്കുന്നു. അത് ഭൂമിയിലാകെ പ്രകാശം പരത്തുന്നു. 1983 സെപ്റ്റംബർ 28. CH എന്ന സൂര്യൻ കെട്ടണഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകം ഞെട്ടി. കണ്ണീരിൽ മഴ പെയ്ത്
ലോകം കരഞ്ഞു. നടക്കാവ് പള്ളിയങ്കണത്തിലെ 6 അടി മണ്ണിലേക്ക് സമാനതകളില്ലാത്ത ആ മഹാൻ യാത്രയായി. ഇന്നും പൂവണിയാത്ത ഒരു സ്വപ്നം ബാക്കി വെച്ച CH എന്ന മഹാൻ നമ്മോട് യാത്ര പറഞ്ഞത്. നിസ്കാരത്തഴമ്പും ചന്ദനക്കുറിയും കുരിശുമാലയും ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് ഘോഷയാത്ര നടത്തുന്ന സുന്ദര ഇന്ത്യ. മാനവ സാഹോദര്യം എന്ന അദ്ദേഹത്തിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ. അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം അവരാണ് CHന്റെ പിൻഗാമികൾ. അവരാണ് CHന്റെ പിൻഗാമികൾ. വട്ടം കൂടി മുന്നില് വന്നെത്തുമോ ആ തിങ്കള്. കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽവിൽ മരിക്കാത്ത CH. ഒരു വട്ടം കൂടി മുന്നില് വന്നെത്തുമോ ആ തിങ്കള്. കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽവിൽ മരിക്കാത്ത CH. ആരാന്റെ വെള്ളം കോരികൾ ആവാതെ ഈ സമുദായത്തെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ചു പോയില്ലേ CH. ആരാന്റെ വെള്ളം കോരികൾ ആവാതെ ഈ സമുദായത്തെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ചു പോയില്ലേ CH. ഒരു വട്ടം കൂടി മുന്നില് വന്നെത്തുമോ ആ തിങ്കള്. കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽവിൽ മരിക്കാത്ത CH. ആയുധമായി കയ്യില് അക്ഷരം തന്നു CH. അന്ധത നീക്കി മുന്നില്
സത്യമായി വന്നിത മുന്നില് കാണുവാനായി നമ്മില് ഇല്ലാതെ പോയെന്റെ CH ഒരു വട്ടം കൂടി മുന്നില് വന്നെത്തുമോ ആ തിങ്കള് കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽവിൽ മരിക്കാത്ത CH ഒരു വട്ടം കൂടി മുന്നില് വന്നെത്തുമോ ആ തിങ്കള്